നമ്മളൊക്കെ തന്നെ ചെറുപ്പകാലത്ത് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ അതിനു മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ, ആ കലോത്സവ ദിവസങ്ങൾ, ഇതൊക്കെ ഒരു ഉത്സവ ആഘോഷ ഛായയുള്ള ദിവസങ്ങളാണ് അല്ലെ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ദിവസങ്ങളിൽ ചിലതാണ്. അപ്പൊ അങ്ങനെ ഒരു കലോത്സവത്തിന് വീണ്ടും തിരിതെളിയാൻ പോവുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം അടുത്ത മാസമാണ്. അടുത്ത മാസം പറയും ഒരുപാടില്ല, ദിവസങ്ങൾക്കകം ജനുവരി 4-ാം തീയതി അതിന് തിരശ്ശീല വരികയാണ്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, സ്റ്റേജുകളും മറ്റൊരുക്കങ്ങളുമായി തിരക്കിലാണ് സംഘാടകർ. പാതയോരത്തെ ഫ്ലക്സ് നിരോധനം പ്രചാരണങ്ങൾക്ക് തിരിച്ചടിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. ആ ഒരു പാക്കേജ് നമുക്ക് കാണാം. ഭാരതപ്പുഴയും പെരിയാറും പമ്പയാറുമെല്ലാം ഇനി തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തും. എങ്ങനെയെന്നല്ലേ, കലോത്സവത്തിൻ്റെ പ്രധാന വേദികളെല്ലാം ഇനി പുഴയുടെ പേരിൽ അറിയപ്പെടും. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കൗമാരകലയുടെ പ്രധാന വേദി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉയരുകയാണ്. പേര് ഭാരതപ്പുഴ. രണ്ടാം വേദി വിമൻസ് കോളേജിൽ. പേര് പെരിയാർ. തീർന്നില്ല, പമ്പയാർ, കല്ലടയാർ, ചാലിയാർ, കബനി നദി, മയ്യഴിപ്പുഴ, കല്ലായിപ്പുഴ എല്ലാം 4-ാം തീയതി തലസ്ഥാനത്ത് സംഗമിക്കും. ആകെ 25 വേദികൾ, 25 പുഴയുടെ പേരിൽ. ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ പുതിയൊരു ബോധം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അത്യാവശ്യമാണല്ലോ. അത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് പുഴയുടെ പേര് ഒരു പുതുമയുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് ഇടുന്നത്. മുമ്പൊക്കെ സാഹിത്യകാരന്മാരുടെ ആയിരുന്നു പേര് ഇട്ടുകൊണ്ടിരുന്നത്. ഒരു മാറ്റം വരട്ടെ എന്ന് ഉദ്ദേശിച്ചു. നമ്മുടെ സമ്പന്നമാണല്ലോ പുഴകൾ കൊണ്ട് നമ്മുടെ കേരളം. അപ്പോൾ എല്ലാ വേദികളിലും 25 വേദികളിലും പുഴയുടെ പേരാട്ടിട്ടുള്ളത്. ആദ്യഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് അവലോകന യോഗങ്ങൾ ചേർന്ന് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്. എന്നാൽ പാതയോര ഫ്ലക്സ് നിരോധനം പ്രചാരണങ്ങൾക്കും സ്പോൺസർഷിപ്പിനുമെല്ലാം തിരിച്ചടിയായെന്ന് മന്ത്രി. കാരണം ബോർഡും ബാനറെല്ലാം കെട്ടുന്നതിന് വേണ്ടിയുള്ള കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് അത്ര ക്ലിയർ അല്ല. എങ്കിൽ തന്നെ ഞങ്ങളായിട്ട് ബോർഡും ബാനറൊന്നും കെട്ടി റോഡിൽ കെട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ അറിയിക്കാൻ വേറെ എന്താ മാർഗമുള്ള കാര്യങ്ങൾ? അപ്പോൾ ഇത് ഒന്നുമേ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രധാന വേദിയിലെ പന്തൽക്കാൽ നാട്ടുചടങ്ങ് മാറ്റിവെച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം.